ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരു സാധാരണ നമ്മുടെ ഇഞ്ചി അച്ചാർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒന്നാണ്. 1,60,000 എബോവ് ആയിട്ടുണ്ട്. അതുപോലെ പുളി ഇഞ്ചി, ഒരുപാട് ഇഞ്ചിയുടെ റെസിപ്പീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. എളുപ്പത്തിലുള്ള ഇഞ്ചി, പുളി ഇഞ്ചി, ഇഞ്ചി ഓണത്തിന് സ്പെഷ്യലായിട്ട് ഓണം റെസിപ്പീസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിക്കറി. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ റെസിപ്പി നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മാങ്ങ ഇഞ്ചി. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വട്ടത്തിലാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ സാധാരണ ഇഞ്ചി പോലെയാണ്, കുറച്ച് മാങ്ങയുടെ ഒരു മണം കൂടെ ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞെടുത്തു. ഇനി ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ, രണ്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ മാങ്ങ ഇഞ്ചി മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. അപ്പോൾ ഞാനിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തു. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. മല്ലിപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം.
ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നല്ലപോലെ ചൂടാക്കാം. പൊടി കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരുന്ന പുളി ഒരു 1.5 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പീസ് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയത് ഇഞ്ചി, മാങ്ങ ഇഞ്ചി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം നമ്മൾ ചേർത്തതിൻ്റെ ഒരു പകുതി ശർക്കര കൂടെ ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ശർക്കര കൂടെ ചേർത്ത് കൊടുത്തു. ഒരല്പം ഉപ്പും ചേർത്തു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഏതിഷ്ടമാണോ ഉപ്പ്, പുളി എല്ലാം നോക്കി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.